ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു മീൻ കറി. നാളികേരം ഒന്നും വേണ്ട, അത്യാവശ്യം നല്ല തിക്നെസ്സിൽ നല്ല സൂപ്പർ ഒരു മീൻ കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അത് വെറ്റിച്ച് വെക്കണ ആ ഒരു സ്റ്റൈൽ തന്നെ, പക്ഷെ ഇൻഗ്രീഡിയൻസിലൊക്കെ ചെറുതായിട്ടൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ മത്തി ഉണ്ടല്ലോ, മത്തി അതുപോലെ അയില ഒക്കെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ മറ്റ് മീനുകളും ഇതേപോലെ ഞാൻ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും ചെയ്യും. അതായത് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയൊന്നും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുക. ഇത്ര ടേസ്റ്റ് ഞാൻ മറ്റ് പല രീതിയിലും മീൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലില് ഒരു 100-300 മീനിന്റെ വിഭവങ്ങൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറയുന്നത് വെച്ചാൽ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റ് ഉണ്ട്. അത് നല്ലൊരു ചൊടി, മീൻ ചൊടി എന്ന് പറയുന്നത് അറിയാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിലും ഇങ്ങനെ വറ്റിച്ച് വെക്കുന്ന പരിപാടി, മുളകിടുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറയും എപ്പോഴും ഇതേപോലെ വെക്കുമെന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപാട് പേര് ഇവിടെ പെരുന്നാൾക്ക് വന്നിട്ട് ടേസ്റ്റ് ചെയ്തതും കൂടിയാണ്. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ച കാരണമാണ് നമ്മൾ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൺചട്ടി തന്നെ വേണം ഈ പ്രിപ്പറേഷന്. മൺചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അയിലയാണ്. ഇപ്പോൾ അയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള അയില ആയതുകൊണ്ട് ഞാനിങ്ങനെ നടു മുറിച്ചിട്ടുണ്ട്. 1 കിലോ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം മത്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടെ തന്നെ ഇടാം. അയില ചെറിയ അയിലയാണെങ്കിൽ അതേപോലെ തന്നെ ഇടാം കേട്ടോ. പിന്നെ വേറൊരു സംഭവം വേണ്ടത് ചുവന്നുള്ളിയും ഇതേപോലെ തന്നെ ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സബോള യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല്, പിറ്റത്തെ ദിവസത്തേക്ക് അന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു ഇത് കുഴപ്പമില്ല. പിറ്റത്തെ ദിവസത്തേക്ക് ആണെങ്കിൽ ടേസ്റ്റ് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ചെറുള്ളി ആണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ, അപ്പൊ വെളിച്ചെണ്ണയും ഒരു മസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ പ്രിപ്പറേഷന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഒരു പിടി കറിവേപ്പില, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ നന്നായി ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പച്ചമണം നന്നായിട്ട് പോകണം ഇതിട്ട് കഴിഞ്ഞാൽ. നന്നായിട്ട് പച്ചമുളക് പോകും. അപ്പോൾ അതേ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഒരു 2 എണ്ണമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചുവന്നുള്ളി ഞാൻ എടുത്തേക്കുന്നത് ഒരു 10-22 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടോ വല്ലാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യണ്ട, അത്യാവശ്യം ഒരു വലിപ്പത്തിൽ തന്നെ ഇടാം. ചെറിയ ഉള്ളിയാണെങ്കിൽ അതേപോലെ തന്നെ ഇടാം. ഇത് നന്നായി ഒന്ന് വഴറ്റണം. അപ്പം ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചോ. പുളി നമ്മുടെ വാളംപുളിയാണ്. വാളംപുളി ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ നന്നായി ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടപ്പുളിയും ഉപയോഗിക്കാം. ഞാനിവിടെ ഈ ഒരു പ്രിപ്പറേഷന് ഞാൻ ഈ വാളംപുളിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിനെനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, കാരണം അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാം. കുടപ്പുളിയും നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഞാൻ വേറെ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ വാളംപുളി ഇല്ലയെന്ന് വെച്ചാൽ കുടപ്പുളി ഇട്ടുണ്ടെങ്കിൽ ചെയ്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി
അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി, അല്ലെങ്കിൽ വലിയൊരു തക്കാളി. അപ്പോൾ വലിയൊരു തക്കാളിയാണ് ഇപ്പോൾ ഞാൻ അതിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് മൂടി വെക്കണം. തക്കാളിക്ക് ഒന്ന് നന്നായിട്ട് വേവണം. അതിൻ്റെ കൂടെ കിടന്ന ആ ഉള്ളിയും കൂടി ഒന്ന് ചെറിയ വേവാകും. മൂടി വെക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇടയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ, തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ. എന്നുവെച്ചാൽ അധികം അങ്ങനെ ഭയങ്കര എരിവായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടാണ്ട്. ഞാൻ 1 ടീസ്പൂൺ അത് എടുത്തിട്ടുള്ളൂ. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറഞ്ഞിട്ടാണ് ഇരിക്കണേ. അതിപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും. ഇത്തിരി അത് വരെ, അതായത് നന്നായിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് മൂക്കണം. അതിനൊപ്പം തന്നെ വെള്ളം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ. ആകെ ഇത്തിരി എന്ന് വെച്ചാൽ അതിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടി പിടിക്കരുത്. മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് ചൂടായിട്ട് കരിയാനുള്ള ചാൻസും എല്ലാം ഉണ്ടല്ലോ. ഇപ്പം എന്താ കളറ് ചെറുതായിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇത് ഇങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ചില്ലേ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെക്കണം. പോണം. തീ കുറച്ചിട്ട് ഓരോരോ 30 സെക്കൻഡ് മതി. ഒന്ന് മൂടി വെക്കാം. വേണ്ട, ആ ഒരു ചുമ വരാന്നറിയും. അല്ല, അത് മൂത്ത് വരുമ്പോഴാണ് ആ ഒരു ഇത് വരിക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം, നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചൂടുവെള്ളം നമുക്ക് മീൻ മുങ്ങി കിടക്കാനുള്ള ചൂടുവെള്ളം മതി. അപ്പം അതിനനുസരിച്ച് മാത്രം. പിന്നെ നമ്മൾ കുറച്ച് നേരം വേവിക്കണ്ട. അതെ അതെ അതെ, കുറച്ച് വെറ്റും. അതിൻ്റെ കൂടെ നമ്മൾ സോൾട്ട് ഇട്ടിട്ടില്ല, സോൾട്ടും ആഡ് ചെയ്യാം. സോൾട്ട് ഒരു 1.5 ടീസ്പൂണാണ് ഇപ്പം ഞാൻ ഇട്ടത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം ഒന്ന് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം, വേവിക്കാം. നന്നായി വെട്ടി തിളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുത്താൽ അത് മുങ്ങി കിടക്കണം എന്നുള്ളൂ കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കിടക്കണ പോലെ മുങ്ങി കിടക്കണം. അതന്നെ. എന്നാൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും, സഹിക്കണം. കഴിക്കുമ്പോൾ മാത്രം സഹിച്ചാൽ മതി. പക്ഷേ നമ്മുടെ മീൻ കറിക്ക് ഇങ്ങനെ ഈ കാശ്മീരി മുളകൊക്കെ ഇടുന്ന കാരണം നിറം ഉണ്ടാവും. നല്ലൊരു ചൊടി ഉണ്ടാവും. പുളിയും ഇതും കൂടി ചെയ്ത് മല്ലിപ്പൊടി ഇടുന്നില്ല. അതാണ് വേറൊരു. ചില ഇതുകളിൽ ഇടാറില്ല നമ്മൾ. മറ്റേ നാളികേരപ്പാൽ പിഴിയണ മീൻ കറികളിലെല്ലാം ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് വെക്കാറ്. അതായത് നേരെ പകുതി, അതായത് മൂടി വെക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും താഴെ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ. അത് മീനിൻ്റെ വേവ് അനുസരിച്ചാണ്. അപ്പം ഇത് മിക്കവാറും 15 മിനിറ്റ് എന്നാണ്. തീ കുറച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇളക്കി കൊടുക്കാമെന്നാണ്. അപ്പോൾ പതുക്കെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഇതൊക്കെ ആയി തോന്നുന്നുണ്ട് അല്ലേ? ആയി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 15 മിനിറ്റ് ആയി.
ഇടയ്ക്ക് നമ്മളൊന്ന് നേരത്തെ ഇളക്കിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഈ മീനിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മീൻ വെന്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വേവ് മതി. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ വറ്റി വരും, അതായത് നന്നായി വറ്റി വരും. എന്ന് വെച്ചാൽ മൺചട്ടിയിലായതുകൊണ്ട്, പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിനും കുറവ് വെള്ളമൊക്കെ ആണെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ മീൻ കഷ്ണം മാത്രം പറക്കിയെടുക്കാനുണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത്ര എളുപ്പമല്ല. ആകെ കൂടി ഉള്ളി എടുക്കണ ഒരു പ്രയാസം ഉണ്ടാവും. സബോള ഇടരുത്. സബോള ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഉള്ളി എടുക്കണ ഒരു പ്രയാസമുള്ള, ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. ഇപ്പൊ മീൻ കൂട്ടാൻ ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ ഈസി, വളരെ ടേസ്റ്റ്. ഓരോ ദിവസം ഇരിക്കും തോറും ടേസ്റ്റ് അങ്ങോട്ട് കൂടി കൂടി വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.